അമേരിക്കൻ അഴിമതി കേസിൽ നെതന്യാഹുവിന് മാപ്പ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് അവിടെ പ്രക്ഷോഭം ശക്തമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം? വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഒരുപക്ഷെ നേരത്തെ പ്രവചിച്ചതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് താഴെത്തട്ടിൽ നിന്നും പ്രതിപക്ഷ ക്യാമ്പുകളിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ നിലവിലുള്ള 6 വർഷം മുമ്പാണ് ഈ 3 അഴിമതി കേസുകളിൽ കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ കോടതിയിൽ വിചാരണ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് നെതന്യാഹു നടത്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ട്രംപ് ഇസ്രായേലിൽ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് മാപ്പ് നൽകാൻ ഇസ്രായേൽ പ്രസിഡന്റിനോട് ട്രംപ് തന്നെ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ മാപ്പഭ്യർത്ഥനയൊക്കെയും പ്രതിപക്ഷം തള്ളുകയായിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ ഒരുപക്ഷെ ഈ കേസുകളിൽ വലിയ തോതിൽ തന്നെ നെതന്യാഹു ശിക്ഷിക്കപ്പെടും എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ആ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ഹെർസോഗിന് നെതന്യാഹു കത്ത് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെർസോഗിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് മാപ്പ് നൽകാമെന്ന ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് തനിക്ക് സ്വീകാര്യമല്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പൊതുസമൂഹവും ഇതിൽ ഒറ്റക്കെട്ടാണ്. കാരണം നിരവധി തെളിവുകൾ മാപ്പ് നൽകരുതെന്ന്